ഇന്ത്യയുടെ വെറും 1.5% മാത്രം വലിപ്പമുള്ള കേരളം എങ്ങനെയാണ് ഇന്ത്യയുടെ സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള ഭാവിയെ നിർണ്ണയിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിനെ മാത്രം ആശ്രയിക്കാതെ എങ്ങനെ വളരും? അല്ലെങ്കിൽ യൂത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? എങ്ങനെ നിലവിലുള്ള കടം കുറച്ചുകൊണ്ടുവന്ന് സാമ്പത്തികമായിട്ട് വളരും? വി.ഡി. സതീശൻ സർക്കാരിൻ്റെ പുതിയ ബഡ്ജറ്റ് നോക്കിയാൽ ഇത് വെറും ഒരു ബഡ്ജറ്റ് മാത്രമല്ല, കേരളത്തെ 2040 ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാക്കാനായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സൊക്കെ ജോലി തേടി പുറത്തേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. കേരളത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന തൊഴിലില്ലായ്മ, സർക്കാരിൻ്റെ വലിയ കടം, വ്യവസായങ്ങളുടെ കുറവ്, ബ്രെയിൻ ഡ്രെയിൻ അഥവാ കഴിവുള്ള ആൾക്കാരൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിനെ ഓവറായിട്ട് ആശ്രയിക്കുന്നത്, ഇവയൊക്കെയാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഇത് പരിഹരിക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാനേ കഴിയില്ല. അതുകൊണ്ടാണ് പുതിയ സർക്കാർ ക്ഷേമ പദ്ധതികൾക്കൊപ്പം വെൽത്ത് ക്രിയേഷനിലും കൂടിയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേരളത്തിൻ്റെ സിംഗപ്പൂർ മൊമെന്റ് എന്നറിയപ്പെടുന്ന ഈ ബജറ്റിലെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നാണ് മിഷൻ സമുദ്ര. കേരളം ഇനി പോർട്ട് ഇക്കോണമിയിലേക്ക് മാറാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. അതായത് വിഴിഞ്ഞം തുറമുഖം, കൊച്ചി പോർട്ട്, ബേപ്പൂർ പോർട്ട്, ഭാവിയിലെ മാരിടൈം കോറിഡോർസ് ഇവയെല്ലാം ചേർത്ത് വെച്ചിട്ട് കേരളം ഇന്ത്യയുടെ ഷിപ്പിംഗ് ക്യാപിറ്റൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണ്. ഇത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ ലോജിസ്റ്റിക്സ് കമ്പനികൾ വരും, വെയർ ഹൗസസ് വരും, എക്സ്പോർട്ട് ബിസിനസ്സുകൾ വരും. അങ്ങനെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇതിലൂടെ തന്നെ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിംഗപ്പൂർ ചെയ്തതുപോലെ, ദുബായ് ഒക്കെ ചെയ്തതുപോലെ തന്നെ കേരളവും തങ്ങൾക്ക് മുമ്പിലുള്ള ആ ഒരു കടലിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കേരളം പലപ്പോഴും പരാതി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് കേന്ദ്ര ഫണ്ട് കുറവാണ്, അല്ലെങ്കിൽ GST വിഹിതം സംബന്ധിച്ച ഒരുപാട് തർക്കങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. കടമെടുക്കുന്നതിൽ പലപ്പോഴും നിയന്ത്രണങ്ങളുടെ വാർത്തകൾ വരാറുള്ളതാണ്. ഇതിൻ്റെ ഒരു പരിഹാരം എന്താണ്? അതായത് പുതിയ ബജറ്റ് ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നുണ്ട്. സ്വന്തമായിട്ട് വരുമാനം വർദ്ധിപ്പിക്കുക എന്നത്. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ പോർട്ട് റവന്യൂ, അതേപോലെ ടൂറിസം റവന്യൂ, സ്റ്റാർട്ടപ്പ് ഇക്കോണമി, ഗ്രീൻ ഹൈഡ്രജൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ഷൻ അടക്കം നിരവധി പദ്ധതികൾ ഇതിൽ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടിയാലും നല്ലത് തന്നെയാണ്. പക്ഷെ കിട്ടിയില്ലെങ്കിലും കേരളം സ്വയം മുന്നോട്ട് പോകണം. ഇതാണ് പുതിയ സാമ്പത്തിക നയമായിട്ട് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. ടെക്നോളജി വാലി, കേരളത്തിൻ്റെ സിലിക്കൻ വാലി എന്നൊക്കെ പറയുന്ന രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഭാവിയിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഓയിലോ സ്വർണ്ണോ ഒന്നുമല്ല, അത് ടാലൻ്റാണ്. അതിനാലാണ് നോളജ് വാലി, ജോബ് വാച്ച് ടവർ, സ്റ്റാർട്ടപ്പ് ഇൻസെൻറ്റീവ് ഫണ്ടായിട്ട് 50 കോടി രൂപ യങ് എൻ്റർപ്രണേഴ്സിന് നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതൊക്കെ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന യുവാക്കളെ തടയുക, പകരം AI കമ്പനികളെയും ടെക് കമ്പനികളെയൊക്കെ കേരളത്തിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് വിജയിച്ചാൽ കേരളം ഇന്ത്യയിലെ നോളജ് എക്കോണമി ഹബ്ബായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി പൊളിറ്റിക്കലി കേരളം എങ്ങനെ കൂടുതൽ പവർഫുൾ ആകുമെന്ന് ചോദിച്ചാൽ, ഒരു സംസ്ഥാനം എങ്ങനെയാണ് ഡൽഹിനെ സ്വാധീനിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് MP-മാരുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, സാമ്പത്തിക ശക്തി കൂടിയിട്ട് കൊണ്ടാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈ സംസ്ഥാനങ്ങൾക്ക് ദേശീയ നയങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്, കാരണം അവ വലിയ സാമ്പത്തിക ശക്തികളാണ്. കേരളത്തിൻ്റെ പുതിയ തന്ത്രം ഇതുതന്നെയാണ്: സാമ്പത്തിക ശക്തി വർദ്ധിപ്പിച്ച് ദേശീയ തലത്തിൽ കൂടുതൽ സ്വാധീനം നേടിയെടുക്കുക എന്നത്. അത് കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുക എന്നതല്ല, പക്ഷേ ദേശീയ നയങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ്. അതേപോലെ സർക്കാർ സിറ്റികൾ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ഗ്രാമീണ കേരളത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് റബ്ബർ മിനിമം സപ്പോർട്ട് പ്രൈസ് 250 ഉയർത്തിയിട്ടുണ്ടായിരുന്നതും, വയനാട്, കാസർഗോഡ്, ഇടുക്കി പാക്കേജുകളും, കൂടാതെ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, ന്യൂ മെഡിക്കൽ കോളേജുകൾ, സിൽവർ എക്കോണമി പ്രൊജക്റ്റ്, കോസ്റ്റൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട്, ഇതോടൊപ്പം ഗ്രീൻ ഹൈഡ്രജന്, EV ടാക്സ് റിഡക്ഷന്, കാർബൺ ന്യൂട്രൽ കേരള 2050 അടക്കമുള്ള പല പദ്ധതികളും ഈ ഒരു ബഡ്ജറ്റിലുണ്ടായിരുന്നു. ഭാവിയിലെ ലോകം ഗ്രീൻ ഇക്കോണമിയിലേക്കൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേരളം ആ ഒരു മാറ്റം നേരത്തെ ശ്രദ്ധിച്ച് അതിലേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയിട്ടാണ്. ഈ ഒരു ബജറ്റിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ, കേരളം സഹായം ചോദിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറുക എന്നതാണ്. അതായത് മിഷൻ സമുദ്ര വിജയിച്ചാൽ, നോളജ് വാലി വളർന്നാൽ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ പൂർത്തിയായാൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നായിട്ട് മാറുന്നതിനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ മഹാരാഷ്ട്രയെ പോലെ, ഗുജറാത്തിനെ പോലെ ഡൽഹിനെ സ്വാധീനിക്കുന്ന നിർണായക ശക്തിയായിട്ട് മാറാനായിട്ട് കേരളത്തിനും സാധിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കേരളം ഇന്ത്യയുടെ അടുത്ത ഗ്രോത്ത് എഞ്ചിനായിട്ട് മാറുന്നതിനായിട്ടുള്ള ഒരു സാധ്യതകളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.